ഇന്ന് ഞാൻ കൈപ്പക്കയും അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞൻ മത്തിയില്ലേ അതും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു അടിപൊളി ഒരു റെസിപ്പി കാണിച്ചു തരാം. ഇപ്പോൾ ചോറിൻ്റെ അപ്പുറം കറിയൊന്നും ഇല്ലെങ്കിലും ഇത് മാത്രം മതിയാവും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇത് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും കയ്പ്പ് രസം ഉണ്ടാവില്ലേന്ന്. കയ്പ്പ് രസം ഉണ്ടാവും കേട്ടോ, അത്യാവശ്യം. അത് കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുറച്ച് കുഞ്ഞമത്തി, കുറച്ച് എന്ന് പറയാൻ ഒരു 3-5 കുഞ്ഞമത്തി എടുത്തിട്ടുണ്ട്. ഏത് തരം മീനായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. വലിയ അയിലായാലും ഒക്കെ ചെയ്യാം കേട്ടോ. ഏത് തരം മീനായാലും ഇപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു മീൻ അതിനുള്ളത്. അപ്പോൾ ഇതിനെ കൊണ്ട് ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്കൊക്കെ തരണേ. അപ്പോൾ മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് കയ്പ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ കുരുവും കാര്യങ്ങളും ഒന്ന് തോണ്ടി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് അത് അതിൻ്റെ ഉൾഭാഗം ഒന്ന് ക്ലീനാക്കി കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഇതേപോലെ ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നല്ല നേരം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മളെ ഈ റെസിപ്പി കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ നടുഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് പൂക്കി കൊടുത്താൽ മതി. വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ കുരുവും കാര്യങ്ങളൊക്കെ അത് വേണ്ട കേട്ടോ. അതൊക്കെ ഒഴിവാക്കി കളയാം. അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ മുറിച്ചിട്ട് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ പാത്രങ്ങൾ ഇങ്ങനെ എടുക്കുന്നൊക്കെ തോന്നും നമ്മളിങ്ങനെ കഴുകി വൃത്തിയാക്കി ഒരു ഭാഗത്ത് ഇങ്ങനെ ആക്കണം. അപ്പോൾ ഒരു ഭാഗത്ത് വേസ്റ്റ് ഇട്ട് കൊടുക്കും, ഒരു ഭാഗത്ത് ഇത് ഇട്ട് കൊടുത്ത് പിന്നെ ലാസ്റ്റ് എടുത്തിട്ട് അത് ക്ലീൻ ആക്കിയിട്ട് മൊത്തത്തിൽ ഒന്ന് കഴുകിയെടുത്താൽ മതിയല്ലോ. മുഴുവൻ കഴിപ്പൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല നൈസാക്കി തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ. അത് മുഴുവനായിട്ടും കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ നടുഭാഗത്തുള്ള ഈ ഒരു സംഭവം ലാസ്റ്റ് ഞാൻ എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് ക്ലീൻ ആക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ നമ്മളെ കയ്പ്പൊക്കെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഇതെന്തിനാ ഇങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ഒന്ന് വറ്റിപ്പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം എന്നിട്ട് വേണം ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇത് വെള്ളത്തിൻ്റെ അംശം ഒരു സൈഡിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് മറ്റേ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിൻ്റെ അംശം പോയി കഴിഞ്ഞാൽ നമുക്കിത് പൊരിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അല്ലാണ്ടും നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലിട്ടിട്ട് ക്രിസ്പി ആക്കി എടുക്കാം. പക്ഷെ അത് കുറച്ച് ടൈം എടുക്കും കേട്ടോ. നമ്മളങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒന്ന് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ചെയ്യാന്ന് വെച്ചാൽ ഇത് ഉണങ്ങിയതിന് ശേഷമാണല്ലോ നമ്മൾ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് പൊരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ കളറായി ആകുന്നത് വരെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് മറിച്ചിട്ടും തിരിച്ചിട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും ഞാൻ പോക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ അതുപോലെ തന്നെ ഉപ്പൊന്നും ചേർത്തിക്കില്ല കേട്ടോ. ഈ ഒരു സമയത്ത് വെറുതെ ഇങ്ങനെ ഇതേപോലെ പൊരിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഈ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം മതിയാവും കേട്ടോ ഈ ഒരു റെസിപ്പിയിലേക്ക് മൊത്തത്തിലായിട്ട്. ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇനിയിപ്പോൾ ഇതൊന്ന് ഒരു സൈഡ് ഗോൾഡൻ കളറായിട്ട് വന്നതിന് ശേഷം നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മഞ്ഞളും ഉപ്പും മുളകൊക്കെ ചേർത്ത് കൊടുത്താൽ ഇതുപോലെ പൊരിച്ചെടുത്താൽ ഇങ്ങനെ തന്നെ വെറുതെ ചോറിന് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കയ്പ്പൊക്കെ. അപ്പോൾ ഇതേ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ഞാൻ ഉണക്കിയെടുത്തിന് കേട്ടോ. അതൊക്കെ ഞാൻ പൊരിച്ചെടുക്കട്ടെ. മുഴുവനായിട്ടും ഇത് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഗോൾഡൻ ഒരു നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ പുറത്തേക്ക് വെക്കുന്ന സമയത്ത് ഇത് കുഴഞ്ഞു പോകും. കുറച്ച് നേരം വെക്കുന്ന സമയത്ത് ഇത് തണുത്ത് പോകും കേട്ടോ. അത് കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ച മത്തിയാണ് ഇത്, കുഞ്ഞമത്തിയില്ലേ, അതിൽ നിന്ന് 4 എണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ. അത് മതിയാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. മത്തി എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ സാധാരണ മത്തി ഫ്രൈ ആക്കുന്നില്ല, പൊരിച്ചെടുക്കുന്നില്ലേ, അതിലേക്ക് നമ്മൾ മഞ്ഞളും മുളകും ഉപ്പും ചേർത്ത് കൊടുക്കുന്നില്ലേ, അതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കയ്പ്പൊക്കെ ഞാൻ മുഴുവനായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് ഞാൻ ഒരു തുള്ളിയും കൂടി എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ.
ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് ഈ ഒരു മത്തി ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട്. അതൊന്ന് പൊരിഞ്ഞ് വരുന്ന നേരം കൊണ്ട് നമുക്കിവിടെ ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഞാനിവിടെ കറിവേപ്പില, 2 പച്ചമുളകും പിന്നെ ചുവന്നുള്ളി കേട്ടോ. പിന്നെ നമ്മളെ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ അരമുറി ഇല്ല കേട്ടോ, അരമുറിൻ്റെ ഒരു പകുതി ഭാഗമാണ് എടുത്തത്. നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. തേങ്ങ എത്ര ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ, അത് ചിരവി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എളുപ്പത്തിനും വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ മുഴുവനായിട്ട് ബാക്കി നമ്മൾ മീൻ പൊരിച്ച ഈ ഒരു എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതിപ്പോൾ ഗോൾഡൻ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇതാ പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാ ചുവന്ന മുളക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ പച്ചമുളക് എടുത്ത്, പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകും എടുക്കാം. ഏത് തരം മുളകായാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പച്ചമുളക് കൂടുതലായിട്ട് എടുക്കേണ്ടി വെച്ചാൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിവിടെ കുറവാണ് പച്ചമുളക് എടുത്തത്, 2 പച്ചമുളക് മാത്രം എടുത്തത്. ഇതിന് ലേശം അത്യാവശ്യം എരിവുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 2 പച്ചമുളക് എടുത്തത്. അപ്പോൾ തേങ്ങ അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ, ഒരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ കറിയിലേക്കൊക്കെ വറവാക്കുന്നില്ല, ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ ആക്കുകയെന്ന് വെച്ചാൽ. ഇനിയിപ്പോൾ ഇതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കട്ടെ. ഇതൊന്ന് തണിഞ്ഞ് വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം നല്ലോണം തണിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ഈ ഒരു തേങ്ങ. അപ്പോൾ ഇതേപോലെ പിടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ പൊടിയുപ്പുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നൊക്കെ നോക്കുക കേട്ടോ. എന്നിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചതിന് ശേഷം പിന്നെയും ഒന്നും കൂടി ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ കേട്ടോ. ഇപ്പോൾ അടിച്ചിട്ട് നമ്മളെ തേങ്ങ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ടാലും ഇതുപോലെ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എളുപ്പമല്ലേ, നമ്മൾ തേങ്ങ ചിരവുന്നതിലും എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. സ്വതവേ എനിക്ക് തേങ്ങ ചിരണ്ടലിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് റെസിപ്പികളൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ. നേരത്തെ പൊരിച്ച് വെച്ച കയ്പക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ തേങ്ങ അടിച്ചല്ലോ, ഇനിയിപ്പോൾ തേങ്ങ നല്ലോണം അടിയേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് നല്ലോണം ഒന്ന് ക്രഷായി കിട്ടിയാൽ മതി. ഇപ്പോൾ കയ്പക്ക ഇതിലിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ മീൻ പൊരിച്ചത് ഞാൻ ഇതേപോലെ മുള്ള് പോക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ മുള്ളൊന്നും ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ഇതിൽ അടിക്കലാന്നല്ലോ. അപ്പം ചെറിയ മുള്ളൊക്കെ അതിലങ്ങ് അരിഞ്ഞോളൂ. അപ്പോൾ വലിയ മുള്ളൊക്കെ ഒഴിവാക്കി കളയുക, കാരണം നമ്മളെ തൊണ്ടയിൽ കുടുങ്ങും കേട്ടോ. അപ്പം വലിയ മുള്ള ഒഴിവാക്കിയിട്ട് ഞാൻ മുഴുവനായിട്ടും ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഞാനൊന്നും കൂടി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നല്ലോണം അടിയേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഉപ്പ് കുറവാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ക്രഷ് ചെയ്ത് കൊടുക്കുക. നല്ലോണം അടിയണ്ടേ, നല്ലോണം അടിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ, ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കുക. ആരെങ്കിലും പറയും ഇത് കയ്പൊക്കെ കൊണ്ട് ചെയ്തതാണെന്ന്, അത്രയ്ക്ക് ടേസ്റ്റുമാണ്. നമ്മൾ ഈ ഒരു ചോറിന് ഈ ഒരു സാധനം മാത്രം മതി കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ കയ്പ്പ് രസം അത്യാവശ്യം ഉണ്ടാവും, കാരണം എന്താണെന്ന് വെച്ചാൽ കയ്പ്പൊക്കെ അല്ലേ. അപ്പോൾ കയ്പ്പൊക്കെ നമ്മൾ എന്ത് ചെയ്താലും കയ്പ്പ് രസം അത് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പുളീൻ്റെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്, ചിലപ്പം പോവുമായിരിക്കും. പക്ഷേ അധികം കയ്പ്പൊന്നും അങ്ങനെ അടിക്കുന്നില്ല കേട്ടോ. എന്നാലും അത്യാവശ്യം കയ്പക്കൻ്റെ ഒപ്പരം തന്നെ ആ ടേസ്റ്റും വരുന്ന സമയത്ത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ ഒപ്പരം വേറെ ഒരു കറിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഈ ഒരു റെസിപ്പി ഉണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റാണ്. അതുപോലെ തന്നെ രാവിലെ കുട്ടികൾക്ക് കൊടുത്തു വിടാനും ചോറിൻ്റെ ഒപ്പരമൊക്കെ കൊടുത്തു വിടാനും പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയും കൂടിയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് എഴുതി അറിയിക്കുക. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറയുന്നത് 100% ഗ്യാരണ്ടിയാണ്, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഇതേപോലത്തെ വെറൈറ്റി വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും. ഇനി
നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.